ഇത് എന്തൊക്കെയാണ് കുട്ടിപ്പട്ടാളങ്ങൾ ഇവിടെ കാട്ടിക്കൂട്ടിക്കണത്? എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. ഇത്രക്കൊക്കെ കഴിവുണ്ടായിരുന്നോ ഇവർക്ക്? എന്നാലും ഈ മുകളിലൊക്കെ കയറി ഒട്ടിച്ചുക്കണല്ലോ. നിസ്സാരക്കാരല്ല. ഷൂ, പണിത്തിരക്ക് കാരണേ ഞാനിവിടെ വന്നു നിന്നതൊന്നും അറിഞ്ഞിട്ടില്ല അവര്. എടി ചിന്നു, എന്തിനാ പ്രിയേച്ചി ചിന്നുവിനെ വിളിക്കുന്നത്? ഉറപ്പിലെങ്കിലും ഒന്ന് പണിയെടുക്കട്ടെ. പിന്നെ പറച്ചിലേട്ട വിചാരിച്ചതൊക്കെ ചിരിക്കണ കുഞ്ഞപ്പാണെന്ന്. ഏറ്റവും കൂടുതലേ ചിരിക്കണ ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാനോ? എല്ലാരും നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇത് ഇങ്ങനെ ആവില്ലല്ലോ. നന്നായിട്ടുണ്ട്. ഞാൻ തന്നെ കണ്ടിട്ടേ അത്ഭുതപ്പെട്ടു പോയി. നിങ്ങൾക്ക് ഇത്രക്കൊക്കെ കഴിവുണ്ടായിരുന്നോ? പിന്നെ കഴിവുണ്ടായിരുന്നോ? അതൊക്കെ മേലെ അല്ല ജിനു. എന്നാലേ ഇന്നത്തെ കഴിവ് കാണിച്ചത് മതി. ഇനി വന്നിട്ടേ കിടന്നുറങ്ങാൻ പറഞ്ഞേക്കൂടെ അമ്മ. അപ്പൊ കുറച്ചും കൂടി പണി നിന്റെ പ്രിയേച്ചിയെ. അതൊക്കെ രാവിലെ എണീറ്റ് ചെയ്താൽ മതി. ഇന്നിപ്പോ ചെയ്യാണ്ട് എന്തായാലും തൽക്കാലം ഇങ്ങോട്ട് വരും. മിക്ക പ്രിയേച്ചിയെ 10 മിനിറ്റും കൂടി. 10 മിനിറ്റൊക്കെ നമുക്ക് രാവിലെ എടുക്കാലോ. പ്രിയേച്ചി അവിടെ ഇരുന്നു. അപ്പൊ 10 മിനിറ്റും കൂടി പരിപാടി ഉണ്ട് ഇവിടെ. എന്താ അമ്മ ഇങ്ങനെ നോക്കണേ? അല്ലേ, ഞാൻ ഓർക്കുന്നു ഇവരെ വിളിക്കാൻ വേണ്ടി നീയും ഇവിടെ തന്നെ വന്നിരിക്കാണോ? അത് പിന്നെ അമ്മ, ഞാനേ ഇങ്ങോട്ട് നോക്കമ്മ. അവര് എത്ര ഭംഗിയായിട്ടാണ് ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നേ. ഇതൊക്കെ നോക്കിയിട്ടേ അന്തം വിട്ട് അങ്ങോട്ട് ഇരുന്ന് പോയി. അത് ശരിയാണല്ലോ, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി മതി മതി, വന്നു ഉറങ്ങിക്കേ. ഇത് വരണമ്മ, വന്ന് കിടക്കാൻ നോക്കി. രാവിലെ നേരത്തെ എണിക്കാനുള്ളതാ, മനസ്സിലായോ? ഇത് വരണമ്മ. ഹായ്, എന്താ അത് ശരിയായിട്ടുണ്ട് എഴുതിയത്? നോക്കിക്കോ, എന്തായാലും ഇപ്രാവശ്യം ക്ലാസ്സിൽ ഫസ്റ്റ് ഞാൻ തന്നെ ആവും. അയ്യടാ, ഇത് മാത്രമൊന്നല്ല, ഞാനും ഒക്കെ എഴുതിക്കോട്ടാ. ഞാനും നന്നായി എഴുതിക്കോണു ചിന്നോ. അത് പിന്നെ ഇപ്രാവശ്യത്തെ എക്സാം എന്തൊരു സിമ്പിൾ ആയിരുന്നു. അതെ അതെ, ഞാനും ഒക്കെ എഴുതിക്കോണു. ല്ലോ, ഞാനേ ആ പേപ്പറാണ് കജ്ജിക്കെട്ടിയപ്പോഴേ എന്റെ തലയിട്ട് കറങ്ങണ പോലെ. പിന്നെ നോക്കുമ്പോഴേ ഒക്കെ എഴുതാൻ പറ്റി. ഓ മതി മതി, പുളടിച്ചത്. ഇനി വന്ന് കടന്നു നോക്കിക്കേ. ഇത് ഉറങ്ങണു ചേച്ചി. എത്ര മാർക്ക് കിട്ടും നോക്കട്ടെ. എന്നാ പിന്നെ അവൾ മിണ്ടാതിരുന്നോ? മനുഷ്യനെ ഇവിടെ ഉറങ്ങാം. ഇപ്പൊ നോക്കിയാൽ തിരക്കൂട്ടിയും കൊണ്ട്. പ്രിയേച്ചി, പ്രിയേച്ചി ഞങ്ങൾക്കൊരു പാട്ട് പാടിത്തരോ? ഈ പാട്ടോ? അയ്യോ പ്രിയേച്ചി തടിക്കല്ലേ, പാടല്ലേ. അതെന്താണ് ഞാൻ പാടിയാലേ? പ്രിയേച്ചി പാടിയാലേ ഞങ്ങൾ പാടുപെടും, അതാ. തമാശ തമാശ. അല്ല നിങ്ങൾക്ക് ഉദ്ദേശം എന്താ? ഇപ്പഴേ നടക്കാൻ തീരുമാനിച്ചിരിക്കണേ? ഇന്ന് എല്ലാവർക്കും മഞ്ഞിട്ടേ ഞാനൊരു പാട്ട് പാടിത്തരാം. അയ്യോ തട്ടുപാട് പാടല്ലേ. അതെന്താടി ഞാൻ പാടിയാല്? അതൊന്നുമില്ല, പിന്നെ ഞങ്ങൾ സമാധാനത്തിൽ പോയിക്കിട്ടോ, അത്രേ ഉള്ളൂ. ഈ ഗിഫ്റ്റില്ലേ നമുക്ക് ഇവിടെ വെച്ചിട്ടേ മെല്ലെ പോവാ. മെല്ലെ ഓനങ്ങനെ കേൾക്കൊന്നുമില്ല. ഞാനൊക്കെ മെല്ലെ പറയുന്നത്. എന്നാ മതി, നടക്ക് നടക്ക്. നമുക്ക് അവിടെ നിന്നിട്ട് ഒളിഞ്ഞു നോക്കാം. ഓലെ എന്താ കാട്ടണെന്ന്. എവിടെ നിന്നിട്ട്? എടി പെണ്ണി, ഈ കട്ടിലിന്റെ സൈഡിൽ കൂടെ ബാക്കൊക്കെ നടക്ക്. മുന്നിൽ പോ. ഇന്ന് വേഗം വാ. ഓലി ആക്രാന്തം മുത്തട്ടെ ഇപ്പൊ തന്നെ എടുത്ത് നോക്കിക്കോളും. ചിന്നു, മതി നോക്കിയത്. ഇനി രാവിലെ നോക്കാം. ആ ലൈറ്റ് കോഫിയിൽ കാണുന്നേ. ഓ ഈ പ്രിയേച്ചിക്ക് കുശുമ്പാണ്, കുശുമ്പ്. ഞാൻ നോക്ക്. ഇനി ഞാൻ പറയില്ല കേട്ടോ. മര്യാദക്ക് അത് എടുത്ത് വെച്ചോ. അമ്മ പ്രിയേച്ചി, ഇത്ര ദിവസമായി കാര്യത്തിന് എന്തിനാ അമ്മയെ ബുദ്ധിമുട്ടിക്കണേ? എന്നാ മര്യാദക്ക് വന്ന് കിടന്നോ. പ്രിയേച്ചിയുടെ ഒരു കാര്യം ഇപ്പൊ കിടന്നോന്ന് ചോദിച്ചാ പോരെ. അതിനപ്പൊ വെറുതെ അമ്മനെ ബുദ്ധിമുട്ടിക്കണത്. ഞാനേ ഇപ്പൊ വരാം. ഞാനേ ഒന്നിന് പോയിട്ട് വരാം. ഇത് 1, 2, 3, 4 പോയിട്ട് വേഗം വാ. വൈറ്റൊന്ന് കഴുത്തി ഉറങ്ങിയാ മതി. ഇങ്ങനെ ചൂടാകാൻ എന്റെ പ്രിയേച്ചിയെ. പ്രിയേച്ചി ചൂടാകുമ്പോ എന്തൊരു ഭംഗിയാന്നറിയോ. ഇത് സോപ്പിടൊന്നും വേണ്ടട്ടോ കുഞ്ഞാപ്പ. ഉണ്ടെങ്കിൽ വേണ്ട. പ്രിയേച്ചിക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ട. പ്രിയേച്ചി, അത് പ്രിയേച്ചി കുഞ്ഞാപ്പ ഉള്ളിൽ മുള്ളി. മുള്ളിയോ? അതപ്പോ ഞാനറിയാതെ ഇങ്ങനെ പറഞ്ഞേ. കുഞ്ഞാപ്പു, ഇത് സത്യം പറഞ്ഞോ? ഇതിവിടെ മുള്ളിയോ? ശരിക്കും മുള്ളിക്കോ പ്രിയേച്ചി? കണ്ടോ അവന്റെ നൃത്തം കണ്ടോ? ഞാനൊന്നും മുള്ളിയിട്ടില്ല കേട്ടോ. പിന്നെ പിന്നെ ഇത് എന്താണ് കാട്ടുന്നത്? അത് ശരി കുഞ്ഞാപ്പു, ഇത് എന്താണ് കാട്ടുന്നത്? പ്രിയേച്ചി, ഇങ്ങോട്ട് നോക്ക്. എന്റെ പിന്നിക്കും നോക്ക്. എന്താ നോക്ക് പ്രിയേച്ചി. ഇതാ അങ്ങോട്ട് നോക്കിയേക്കാ. അതാ ഞാൻ പറഞ്ഞത്. ഇതാരാ ഈ പെട്ടി ഇവിടെ കൊടുന്നിച്ചത്? അതിനിപ്പോ ഞാൻ നോക്കണത്. അല്ലാതെ ഞാനേ ടൗസറിൽ മുള്ളിട്ടൊന്നുമില്ല. പ്രിയേച്ചി എന്താ അവിടെ? ഇങ്ങോട്ട് നോക്കിയൊക്കെ പെണ്ണാടെ പല്ലിങ്ങാട്ടിരിക്കാതെ. മിന്നു ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കടി. നമ്മളിവിടെ കട്ടില് കയറുമ്പോ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇതിപ്പോ എങ്ങനെ വന്ന്? ഇന്നാലത്തിൽ എന്തിരിക്കും? ഐഡിയ ഐഡിയ പിടികിട്ടി. എന്താ ഐഡിയ? പ്രിയേച്ചി, നാളെ പ്രിയേച്ചിയുടെ ബർത്ത്ഡേ അല്ലേ? അപ്പൊ ആരെങ്കിലും പ്രിയേച്ചിക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് തന്നതാണെങ്കിലോ?
അല്ലെങ്കിൽ തന്നെ മനസ്സിനോട് പേടിച്ചിട്ട് പാത്ത് കഴിക്കണം. എടി മീനു ഒരു നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് കേട്ടോ. അതിനല്ലടി നമുക്ക് വേണ്ടത്. ആ നീതു ചേച്ചി എവിടെ? നീതു ചേച്ചിയോട് കാണേന്ന് ഈ രംഗം. പ്രിയേച്ചി എന്ത് ചിന്നു? ഞാനൊരു ഹായ് പറയട്ടെ. ഇങ്ങനെ എല്ലാരും പേടിച്ച് നിൽക്കുമ്പോഴോ? അത് സാറിന്റെ കുഞ്ഞപ്പൂ, ഞാനൊന്ന് പറയട്ടെ. ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്യ ചിന്നു. ഹായ് ഫാത്തിമ ഫിദ. ചിന്നു ഇനി ഞാൻ പറഞ്ഞോളാം. ഹായ് റിഫ ഫാത്തിമ. ഇന്നാലും ഇങ്ങനെ പേടിച്ച് നിൽക്കുമ്പോഴേ നിങ്ങൾക്ക് ഹായ്